അടുത്ത തലമുറ സൈനിക ഉപകരണങ്ങൾ നിർമ്മിക്കുന്നതിനായി പ്രതിരോധത്തിലും ബഹിരാകാശ മേഖലയിലും നിർണായകവും ബൃഹത്തായതുമായ ചില പദ്ധതികൾക്കായി ഇന്ത്യ തയ്യാറെടുക്കുകയാണ്. അടുത്ത തലമുറ അന്തർവാഹിനികളും യുദ്ധവിമാനങ്ങളും വാങ്ങുന്നതുൾപ്പെടെയുള്ള ആധുനികവൽക്കരണത്തിനുള്ള പദ്ധതികൾ ഇന്ത്യൻ സൈന്യം ഇതിനോടകം തന്നെ തയ്യാറാക്കിയിട്ടുണ്ട്. P-75I അന്തർവാഹിനികൾ, 5ാം തലമുറ യുദ്ധവിമാനങ്ങൾക്കായുള്ള അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാറ്റ് എയർക്രാഫ്റ്റ്, തേജസ് MK2 മൾട്ടി റോൾ ഫൈറ്റർ എയർക്രാഫ്റ്റ്, ലാൻഡ് ഫോഴ്സിനായി ലൈറ്റ് ടാങ്ക്, സൊരാവർ തുടങ്ങിയ ചില മെഗാ പദ്ധതികൾ സർക്കാർ ഇന്ത്യൻ സൈന്യത്തിനായി ആരംഭിച്ചിട്ടുണ്ട്. ഈ അഭിലാഷ പദ്ധതികൾ വിപുലമായ കഴിവുകൾ നിർമ്മിക്കുകയും ഇന്ത്യയുടെ സമുദ്ര ബഹിരാകാശ വ്യാവസായിക ആവാസ വ്യവസ്ഥയ്ക്ക് അടിത്തറയിടുകയും ചെയ്യും. ഇന്നത്തെ വീഡിയോയിൽ 2024 സേനയിലേക്ക് എത്തുന്ന വമ്പൻ പദ്ധതികളെപ്പറ്റി നമുക്കൊന്ന് വിശദമായി നോക്കാം. ഒന്നാമതായി പ്രോജക്റ്റ് 75 ഇന്ത്യൻ നാവികസേനയുടെ P-75I അന്തർവാഹിനി പദ്ധതി ഇപ്പോഴും ചർച്ചയിൽ തന്നെ തുടരുന്നു. തന്ത്രപരമായ പങ്കാളിത്ത മാതൃകയിലാണ് ഈ പദ്ധതി നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത് എങ്കിലും പ്രതിരോധ ഏറ്റെടുക്കൽ നടപടിക്രമമായ DAP 2020 കീഴിൽ ബൈ ആൻഡ് മേക്ക് ഇൻ ഇന്ത്യ എന്ന മറ്റൊരു വിഭാഗത്തിന് കീഴിൽ വ്യാപ്തി വർദ്ധിപ്പിക്കാനും സർക്കാർ ആലോചിക്കുന്നതായി റിപ്പോർട്ടുകളുണ്ട്. P-75I പദ്ധതിയുടെ ഏറ്റവും നിർണായകമായ ഭാഗം അതിന്റെ എയർ ഇൻഡിപെൻഡന്റ് പ്രൊപ്പൽഷൻ സംവിധാനത്തിന്റെ സന്നദ്ധതയാണ്. ഇന്ത്യയുടെ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ ഒരു എയർ ഇൻഡിപെൻഡന്റ് പ്രൊപ്പൽഷൻ സംവിധാനം വികസിപ്പിച്ചിട്ടുണ്ടെങ്കിലും അത് ഇതുവരെയും കടലിൽ തെളിയിക്കപ്പെട്ടിട്ടില്ല. നിലവിൽ അവ പ്രവർത്തന പരീക്ഷണങ്ങൾക്കായി ഒരു അന്തർവാഹിനിയിൽ ഘടിപ്പിക്കാൻ യോഗ്യമാണെന്ന് കരുതപ്പെടുന്നു. ഇന്ത്യൻ നാവികസേനാ മേധാവി അഡ്മിറൽ R. ഹരികുമാർ നാവികസേനാ ദിനത്തിന് മുന്നോടിയായുള്ള പത്രസമ്മേളനത്തിൽ അടുത്ത തലമുറ അന്തർവാഹിനികൾ നിർമ്മിക്കുന്നതിനുള്ള P-75I പദ്ധതിയുടെ നടപടിക്രമങ്ങൾ 2023 പൂർത്തിയാകുമെന്ന് വ്യക്തമാക്കിയിരുന്നു. എന്നാൽ P-75I പദ്ധതിക്ക് അതിന്റെ സമയപരിധി ഡിസംബറിന് മുൻപ് പാലിക്കാൻ കഴിയാത്തതിനാൽ 2024 പകുതി വരെ സമയപരിധി നീട്ടിയിരിക്കുന്നു. രണ്ടാമതായി ലൈറ്റ് ടാങ്ക് സൊരാവർ. ലൈറ്റ് ടാങ്കുകൾക്കായുള്ള സൈന്യത്തിന്റെ ആവശ്യം നിറവേറ്റുന്നതിനായി തദ്ദേശീയമായ സൊരാവർ ടാങ്കിന് ഇന്ത്യൻ സർക്കാർ നിലവിൽ പച്ചക്കൊടി കാട്ടിയിട്ടുണ്ട്. 25 ടണ്ണിൽ താഴെയുള്ള ലൈറ്റ് ടാങ്കാണ് ഇന്ത്യൻ സൈന്യത്തിന് നിലവിൽ അത്യാവശ്യമായി വേണ്ടത്. ലഡാക്കിലെ LACയിൽ ഇന്ത്യ ചൈന തർക്കമുണ്ടായപ്പോൾ സൈന്യത്തിന് റഷ്യൻ നിർമ്മിത T-90, T-72 എന്നീ ഭാരമേറിയ ടാങ്കുകൾ ആ ഭൂപ്രദേശത്തേക്ക് വിന്യസിക്കേണ്ടി വന്നതിനാൽ ഒരു ലൈറ്റ് ടാങ്കിന്റെ ആവശ്യകത അനുഭവപ്പെട്ടിരുന്നു. പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിലുള്ള ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ പ്രോജക്ട് സൊരാവാറിന് കീഴിൽ കവചിത യുദ്ധവാഹനമായ ഇന്ത്യൻ ലൈറ്റ് ടാങ്കിന്റെ ആവശ്യകതയ്ക്ക് അംഗീകാരം നൽകിയിരുന്നു. പ്രതിരോധ മന്ത്രാലയം തയ്യാറാക്കിയ പ്ലാൻ അനുസരിച്ച് DAP 2020 മേക്ക് 1 വിഭാഗത്തിലാണ് ഈ ലൈറ്റ് ടാങ്കുകൾ നിർമ്മിക്കുക. വാസ്തവത്തിൽ ഇതാദ്യമായാണ് ഒരു ഇന്ത്യൻ സ്വകാര്യ സ്ഥാപനത്തിന് ലീഡ് ഇന്റഗ്രേറ്ററുടെ ചുമതല നൽകുന്നത്. നീണ്ട ഏറ്റെടുക്കൽ പ്രക്രിയ വെട്ടിക്കുറയ്ക്കുന്നതിന് ആഭ്യന്തര സ്വകാര്യ കമ്പനികളുമായി സഹകരിക്കാൻ ഇന്ത്യൻ സൈന്യം ശ്രമിച്ചു പോരുന്നു. ഭാരത്തിന്റെയും ഫയർ പവറിന്റെയും പ്രശ്നം സൊരാവാറിനെ ഒരു കഠിനമായ ദൗത്യമാക്കി മാറ്റുന്നു. റഷ്യൻ സ്പ്രുട്ട് ടാങ്ക് ഒഴികെ ലോകത്തൊരിടത്തും 25 ടണ്ണിൽ താഴെയുള്ള ഒരു ലൈറ്റ് ടാങ്കില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. ഉയർന്ന തോതിലുള്ള നൂതന സ്വയംഭരണ സാങ്കേതിക വിദ്യകൾ സംയോജിപ്പിച്ച് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമായി ഈ ടാങ്കുകളെ സജ്ജീകരിക്കുക എന്നതാണ് മറ്റൊരു പ്രധാന വെല്ലുവിളി. ഫയർ പവറിനായി 105 mm സെമി ഓട്ടോമാറ്റിക് മെയിൻ ഗണ്ണിനു പുറമെ ഈ ലൈറ്റ് ടാങ്കിൽ ലോയിറ്ററിംഗ് യുദ്ധോപകരണങ്ങളും ആംബിബിയസ് കപ്പാസിറ്റിയുള്ള ഒരു സജീവ സംരക്ഷണ സംവിധാനവും ഉണ്ടായിരിക്കും. മൂന്നാമതായി കവേരി മറൈൻ ഗ്യാസ് ടർബൈൻ എഞ്ചിൻ. ക്രൂയിസ് മിസൈൽ സംവിധാനങ്ങൾ പോലെയുള്ള ദീർഘദൂര ആയുധ വിതരണ സംവിധാനങ്ങൾക്കൊപ്പം ആളില്ല ആകാശവാഹനങ്ങൾക്കും ആയുധ പ്ലാറ്റ്ഫോമുകൾക്കുമായി ഇന്ത്യ പ്രൊപ്പൽഷൻ സംവിധാനങ്ങൾ നിർമ്മിക്കുമ്പോൾ അവശേഷിക്കുന്നത് യുദ്ധക്കപ്പലുകൾക്കുള്ള തദ്ദേശീയ മറൈൻ എഞ്ചിനാണ്. ആഗോള ഒറിജിനൽ ഉപകരണ നിർമ്മാതാക്കൾ തന്ത്രപരമായ ആപ്ലിക്കേഷനുകൾക്കായി ഇന്ത്യക്ക് എഞ്ചിനുകൾ നൽകാൻ വിസമ്മതിച്ചിരുന്നു. തദ്ദേശീയമായ കവേരി ഗ്യാസ് ടർബൈനിന്റെ കോർ പരിവർത്തനം ചെയ്തുകൊണ്ട് മറൈൻ ഗ്യാസ് എഞ്ചിൻ പ്രൊപ്പൽഷൻ നിർമ്മിക്കുന്നതിൽ ഇന്ത്യ ഇതുവരെ വിജയിച്ചിട്ടുണ്ട്. DRDOയുടെ ഗ്യാസ് ടർബൈൻ റിസർച്ച് എസ്റ്റാബ്ലിഷ്മെന്റ് കവേരി എയറോ എഞ്ചിന്റെ ഒരു ഡെറിവേറ്റീവായി 12 മെഗാവാട്ട് കവേരി മറൈൻ ഗ്യാസ് ടർബൈൻ എഞ്ചിൻ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. വിശാഖപട്ടണത്തിലെ നേവൽ ഡോക്യാർഡിലെ ടെസ്റ്റ് ബെഡിൽ കവേരി മറൈൻ ഗ്യാസ് ടർബൈൻ എഞ്ചിൻ അതിന്റെ പ്രകടനം തെളിയിച്ചിരുന്നു. ഇത്തരം മറൈൻ എഞ്ചിനുകൾ ആവശ്യമായ 200 യുദ്ധക്കപ്പലുകൾ തദ്ദേശീയമായി നിർമ്മിക്കാൻ നാവികസേന പദ്ധതിയിടുന്നതിനാൽ കവേരി മറൈൻ ഗ്യാസ് ടർബൈൻ എഞ്ചിൻ പദ്ധതി നിർണായകമാണ്. നാലാമതായി പ്രോജക്ട് ദുർഗ. DRDO നിലവിൽ ഡയറക്റ്റഡ് എനർജി വെപ്പൺ മേഖലയിലെ പുതിയ കാലത്തെ സാങ്കേതിക വിദ്യയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഇതിന്റെ ഭാഗമായി 100 കിലോവാട്ട് ഭാരം കുറഞ്ഞ ഡയറക്റ്റഡ് എനർജി വെപ്പണായ ഡയറക്ഷണലി അൺറെസ്ട്രിക്റ്റഡ് റേ ഗൺ അറേ 2 അഥവാ ദുർഗ 2 എന്നൊരു പ്രോജക്റ്റ് ആരംഭിച്ചു.
പ്രകാശ വേഗതയിൽ, അതായത് സെക്കൻഡിൽ ഏകദേശം 3 ലക്ഷം കിലോമീറ്റർ വേഗതയിൽ കടത്തിവിടുന്ന ലേസർ, മൈക്രോവേവ് അല്ലെങ്കിൽ പാർട്ടിക്കിൾ ബീം എന്നിവയിൽ നിന്നുള്ള ഊർജത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഡയറക്റ്റഡ് എനർജി വെപ്പണുകൾ. ഗുരുത്വാകർഷണ, അന്തരീക്ഷ ശക്തികളെ വരെ എതിർക്കാൻ കഴിയുന്ന ഉയർന്ന കൃത്യതയുള്ള ആയുധങ്ങളാണിവ. ഡയറക്റ്റഡ് എനർജി ആയുധങ്ങളുടെ ഫലപ്രാപ്തി അടുത്തിടെ ഇസ്രായേലി അയൺ ബീം സംവിധാനങ്ങൾ തെളിയിച്ചിരുന്നു. സമുദ്രം, വായു, കരയധിഷ്ഠിത പ്ലാറ്റ്ഫോമുകൾക്കായി സംയോജിപ്പിച്ചാണ് ഈ ആയുധ സംവിധാനം സജ്ജമാക്കിയിരിക്കുന്നത് എന്ന് ശാസ്ത്രജ്ഞർ പറയുന്നു. വ്യോമ പ്രതിരോധ ശേഷി കൈവരിക്കുന്നതിനുള്ള ഇന്ത്യൻ സായുധ സേനയുടെ പ്രധാന സ്വത്താണ് ദുർഗ പദ്ധതി. പദ്ധതിയുടെ ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ ഭാഗം ആ സംവിധാനത്തിനുള്ളിൽ ഇത്രയും ഉയർന്ന തോതിലുള്ള ഊർജ്ജ ഉൽപാദനത്തിന്റെ സങ്കീർണതയാണ്. DRDO നിലവിൽ 250 കിലോമീറ്റർ വരെ റേഞ്ചുള്ള 1 കിലോവാട്ടിന്റെ ഡയറക്റ്റഡ് എനർജി ആയുധം പരീക്ഷിച്ചിരുന്നു. 2024 ശ്രദ്ധിക്കേണ്ട ഏറ്റവും നിർണായകമായ പ്രോജക്റ്റുകളിലൊന്നായിരിക്കും ദുർഗയുടെ സമ്പൂർണ്ണ പ്രോട്ടോടൈപ്പ് എന്ന് വിശ്വസിക്കപ്പെടുന്നു. അഞ്ചാമതായി അഗ്നി 6 മിസൈൽ. ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ വികസിപ്പിച്ചെടുക്കുന്ന ഒരു ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലാണ് അഗ്നി 6 എന്നത്. അഗ്നി മിസൈലുകളുടെ ഏറ്റവും പുതിയതും അത്യാധുനികവുമായ വേരിയന്റാണിത്. 10 മൾട്ടിപ്പിൾ ഇൻഡിപെൻഡന്റ്ലി റീ എൻട്രി വെഹിക്കിൾ വാർഹെഡുകൾ വരെ വഹിക്കാൻ സാധ്യതയുള്ളതും 8000 കിലോമീറ്റർ മുതൽ 12000 കിലോമീറ്റർ വരെ പ്രഹരശേഷിയുള്ളതുമായിരിക്കും അഗ്നി 6 മിസൈലുകൾ. അത്യാധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ഈ മിസൈൽ നയിക്കപ്പെടുന്നതിനാൽ അഗ്നി 6-ന് 55,000 മുതൽ 70,000 കിലോഗ്രാം വരെ ഭാരമുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. 2024 അഗ്നി 6-ന്റെ പരീക്ഷണങ്ങൾ ആരംഭിക്കുമെന്നാണ് നിലവിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. 8000 കിലോമീറ്റർ അകലെയുള്ള ലക്ഷ്യത്തിലെത്താൻ കഴിയുന്ന ഒന്നിലധികം ന്യൂക്ലിയർ വാർഹെഡുകളുള്ള അഗ്നി 6-ന്റെ നിർമ്മാണം പ്രതിരോധ ഗവേഷണ വികസന സംഘടന പൂർത്തിയാക്കിയതായും റിപ്പോർട്ടുകളുണ്ട്. ഇതുവരെ DRDO നിർമ്മിച്ച എല്ലാ തന്ത്രപ്രധാനമായ മിസൈലുകളും, അതായത് അഗ്നി 1, അഗ്നി 2, അഗ്നി 3, അഗ്നി 4, അഗ്നി 5, സബ്മറൈൻ ലോഞ്ച്ഡ് K-15, ലാൻഡ് ബേസ്ഡ് ശൗര്യ മിസൈൽ എന്നിവയ്ക്ക് ഒരൊറ്റ ആണവ പോർമുന മാത്രമേ വഹിക്കാൻ സാധിക്കൂ. അതേസമയം നിലവിൽ ഇന്ത്യ പരീക്ഷിച്ച അഗ്നി പ്രൈം മിസൈലിന് MIRV ടെക്നോളജിയുടെ സഹായത്തോടെ ഒരേ സമയം 2 വാർഹെഡുകൾ വരെ വഹിക്കാൻ കഴിയും. അതിനാൽ 2024 പരീക്ഷണം ആരംഭിക്കാൻ സാധ്യതയുള്ള അഗ്നി 6 മിസൈലിൽ 10 വാർഹെഡുകൾ വരെ വഹിക്കാൻ കഴിയുന്ന അതിമികച്ച MIRV ടെക്നോളജി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു.